ശ്രീ മുരുക ജ്യോതിഷാലയത്തിലേക്ക് സ്വാഗതം. പുണർദം പോയ ആയില്യമാണ് ഇപ്പോൾ പറയുന്നത്. ആഴ്ചഫലം. പുണർദംകാർക്ക് പെൻഡിങ്ങിലായിരിക്കുന്ന പരീക്ഷകൾ വിജയിക്കാൻ കഴിയും. ചിലപ്പോൾ വ്യക്തികളുടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളുണ്ട്, അതൊക്കെ തീർച്ചയായും അതിന് തടസ്സം മാറി വിജയിക്കും. നല്ല ഭാവിയുള്ളവരാണ്, സൽസ്വഭാവികളാണ്, ഇത് ദേവഗണമാണ്. പിന്നീടുള്ള കാര്യം, ഇവർക്ക് മുൻകൂട്ടി ചില കാര്യങ്ങൾ അറിയാൻ കഴിയുന്നവരാണ്. വിവാഹം തടസ്സങ്ങൾ മാറുന്നു. പുനഃസമാഗമത്തിന് ആഗ്രഹിച്ചിരുന്നവർക്ക് ഒന്നിച്ചു കൂടാൻ കഴിയും. ഏത് തരത്തിലും ശാസ്താവിനെ വഹിക്കുക. ശാസ്താവ് കർമ്മത്തിൽ നിൽക്കുകയാണ്. അദ്ദേഹം നിങ്ങൾക്ക് വേണ്ടത്രതായ ഗുണങ്ങൾ ചെയ്ത് കൊണ്ടിരിക്കുകയാണ്. വെറുതെ ശാസ്താവിനെ പഴി പറയരുത്. വിവാഹ കാര്യങ്ങൾ ഈസിയായിട്ട് നടക്കും. വ്യാഴനെ കൊണ്ട് ഗുണമാണ്, ധനവരവുണ്ടാകും. കൂടെ നിന്ന വ്യാഴം 2ലേക്ക് മാറിക്കഴിഞ്ഞു. നിങ്ങൾക്ക് ഗുണങ്ങളുണ്ടാവും, ധനവരവുണ്ടാവും. ശ്രീകൃഷ്ണനെ തൊഴുക. തൽസ്വഭാവികളാണ്, കുടുംബസ്നേഹമുള്ളവരാണ്, ബന്ധുക്കളോട് സ്നേഹമുള്ളവരാണ്. അവർ ആപത്തിൽപ്പെടുമ്പോൾ അച്ഛനമ്മമാർക്ക് എന്തെങ്കിലും രോഗം വന്ന് അവർ ആശുപത്രിയെ സമീപിക്കുകയാണെങ്കിൽ അവരെ സഹായിക്കുന്നവരാണ്. അതായത് അമാനുഷിക ശക്തികളൊന്നും നിങ്ങൾക്കില്ല എങ്കിലും അത്യന്തം അപകടത്തിൽ നിങ്ങൾ ചാടി വീണ് രക്ഷപ്പെടുത്തുന്നവരാണ്. അടുത്തത് പൂയമാണ്. പൂയം ദേവഗണമാണ്. അവർ സാങ്കേതിക വിദഗ്ധന്മാർ, വലിയ IAS-കാർ, അവാർഡ് കിട്ടിയ അധ്യാപകർ, ശാസ്ത്രജ്ഞന്മാർ ഇവരായവരും സാധാരണക്കാരും ഈ നക്ഷത്രത്തിൽ വരുന്നവരാണ്. അവർക്ക് ഉത്തരവാദിത്തം ഉയർച്ചയാണ് ഉണ്ടാകുന്നത്. അവർക്ക് ഏത് തരത്തിലും താല്പര്യമുള്ളവരാണ്. അവരെ ഏത് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും അവർക്ക് മറ്റൊരാൾ വന്ന് സൂപ്പർവൈസർ വിടാതിരുന്നാൽ ആ വർക്ക് പരിപൂർണമായും വളരെ നല്ല രീതിയിൽ വൃത്തിയായും ഭംഗിയായും പര്യവസാനിപ്പിക്കാൻ അവർ കഴിയുന്നവരാണ്. ഇവരും കുടുംബസ്നേഹികളാണ്. ഭർത്താൽ ആരോടെങ്കിലും വെറുപ്പ് തോന്നിയാൽ ജീവിത അന്ത്യം വരെ ആ വെറുപ്പ് കൊണ്ടു നടക്കുന്ന ആളുകളാണ്. അത് തീർച്ചയായും മോഡേൺ ലൈഫിൽ അതൊരു പോരായ്മയാണ്. അത് മാറ്റിയെടുക്കാൻ ഉയർക്കാർ ശ്രമിക്കേണ്ടതുണ്ട്. നമുക്ക് നല്ല ആയുസ്സുള്ളവരാണ്. അപകടങ്ങളുണ്ടായാൽ അതിൽ നിന്ന് രക്ഷപ്പെടും. രോഗങ്ങളുണ്ടായാൽ മരുന്ന് ഫലിക്കും. കർക്കിടകക്കൂറാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയും. എന്നാലും ഇപ്പോൾ ചില പ്രയാസങ്ങളും തടസ്സങ്ങളും കാലതാമസങ്ങളും വിജയത്തിന് കാലതാമസവും ഉണ്ടാകും. ഒരു സംശയമില്ലാത്ത കാര്യമാണ്. നമുക്ക് 9ലാണ് ശനി നിൽക്കുന്നത്. അതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. ശാസ്താവിനെ ഭജിക്കുക. നമ്മൾ നല്ല രീതിയിൽ വരാൻ കഴിയും. ബ്രഹ്മരക്ഷസിനെ സന്തോഷിപ്പിക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് ഗുണകരമാണ്. കരിക്കകത്തമ്മയ്ക്ക് പാലഭിഷേകം ചെയ്യുക. 3 നടയിൽ പട്ട് വയ്ക്കുക. ഇതൊക്കെ നിങ്ങൾക്ക് മേന്മയുണ്ടാകും. അടുത്തത് ആയില്യമാണ്. ആയില്യംകാർക്ക് ആഴ്ചഫലം നല്ലതാണ്. അവർക്ക് ഏത് തരത്തിലായാലും മറ്റുള്ളവരെ, അതായത് പേരെടുക്കാൻ വേണ്ടി ഏത് രംഗത്തുള്ളവരും ജോലി ചെയ്ത് മുന്നോട്ട് പോകുന്നവരാണ്. നാഗമാണ് അവരുടെ എല്ലാ കാര്യത്തിനും മുന്നിട്ട് നിൽക്കുന്നത്. നാഗങ്ങളാണ്. ഇവരുടെ ദേവതയാണത്, ശിവനാണ്. അവർക്ക് ശിവപൂജയിലും നാഗപൂജയിലും ശ്രദ്ധിച്ചാൽ ഇവരുടെ എല്ലാ തടസ്സങ്ങളും മാറും. ഇവർക്ക് പഠിച്ചതിൽ തന്നെ പണി കിട്ടാൻ സാധ്യതയുള്ളവരാണ്. പഠിച്ച ഡിഗ്രികളിൽ പണി കിട്ടാൻ സാധ്യതയുള്ളവരാണ്. ഏത് തരത്തിലും മുന്നോട്ട് പോകാം. അന്യദേശത്തു നിന്നും ഇൻവിറ്റേഷൻ ഉണ്ടാവാം. അത് ജോലിക്കായാലും വിവാഹത്തിനായാലും അതുണ്ടാകും. അത് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. വളരെയേറെ ഗുണമുണ്ടാകും, ഉയർച്ച ഉണ്ടാകും. ഡൈവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്നവർ ഉടനെ അതിന് യോജിച്ച് വരാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അതുകൊണ്ട് എടുത്തിയാടിയൊന്നും തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. ഒരു കാര്യത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിയുന്നവരാണ് ആയില്യംകാർ. അടുത്തത് മകം പൂരം ഉത്രമാണ്. മകത്തിന് എത്രയും നല്ല വൈരാഗ്യം ഉള്ളവരാണ് എങ്കിൽ പോലും നിക്ഷേപതമുള്ളവരാണ്. അവർക്ക് വിചാരിച്ച കാര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ കഴിയും. വിദ്യാഭ്യാസ യോഗ്യതയ്ക്കനുസരിച്ച് അവർക്ക് നല്ല ഉയർച്ച ഉള്ളവരാണ്. കവികളും കലാകാരന്മാരും ഈ വിഭാഗത്തിൽ വരുന്നവരാണ്. ചിങ്ങക്കൂറാണ്. ആരോഗ്യം ശ്രദ്ധിക്കണം. മരുന്ന് ചെറിയ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും മരുന്ന് ഫലിക്കും. യാതൊരു തരത്തിലുള്ള ആശങ്കയ്ക്കും ഇടയില്ല. അവർക്ക് നല്ല രീതിയിലുള്ള മുന്നേറ്റം ഉണ്ടാകുന്നതാണ്. അടുത്ത പൂരമാണ്. പൂരം എല്ലാ കാര്യങ്ങളും നല്ല ഒന്നാം തരമായി ട്രസ്റ്റ് ചെയ്യുന്നവരും ഒന്നാം തരം വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്നവരും ശത്രുവിനെ പോലും സംസാരിച്ച് പാട്ടിലാക്കാൻ കഴിയുന്നവരുമാണ് പൂരം. എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ടല്ലോ, ആറ്റുകാൽ ദേവിയുടെ പ്രസിദ്ധമായ പൊങ്കാല പൂരത്തിനാണ്.
അങ്ങനെയും കൂടെ ഒരു സാധ്യത അമ്മയുടെ ഗ്രേസ് അവർക്ക് കിട്ടും. ഇവരുടെ ഇഷ്ടവിവാഹത്തിന് തടസ്സങ്ങളൊന്നും കാണുന്നില്ല. ഇവർക്ക് ആഴ്ച നല്ലൊരു ഫലമാണ് കാണുന്നത്. ഏത് തരത്തിൽ കോടീശ്വര യോഗമുണ്ട്. ഇവർക്ക് എന്ത് തന്നെയായാലും ഏത് തടസ്സങ്ങളും മാറിക്കിട്ടും. ഭൈരവനെ കൂടി ശ്രദ്ധിക്കുക, ഭൈരവനെ പ്രാർത്ഥിക്കുക, ഭൈരവനെ ഭസ്മം വാങ്ങിച്ചു കൊടുക്കുക. ഭൈരവൻ്റെ വലിയ ക്ഷേത്രങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു ദിവസം പൂജ നടത്തുക. ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരമുള്ളതായിരിക്കും. വിദേശത്തു നിന്നും ജോലി, വരുമാനം, മിച്ചം, വിവാഹം എന്നിവയ്ക്ക് നല്ല സമയമാണ്, സംശയിക്കേണ്ട. എല്ലാത്തിലും കണക്കുകൂട്ടലുള്ളവരാണ്. ഉത്രം 6 മണിക്ക് 1-ാം പാദമാണ് ചിങ്ങക്കോൾ വരുന്നത്. ഇവർക്ക് ബന്ധുവിയോഗം, ജോലി, വരുമാനം എന്നിവ കാണുന്നുണ്ട്. ഇത് തന്നെയായാലും മനപ്രയാസത്തിന് സന്ദർഭമുണ്ട്. അത് മുൻകൂട്ടി കാണാൻ കഴിയുള്ളവരാണ് നിങ്ങൾ. എങ്കിലും ഒന്നുകൂടി സ്വയം പരിശുദ്ധിയാകേണ്ട ആവശ്യമുണ്ട്. സ്വയം ശുദ്ധിയാകണം. 12-ൽ വ്യാഴം അത്ര ദോഷവുമല്ല, അത്ര ഗുണഗണങ്ങൾ തരുന്നതുമല്ല. എന്നാലും കൃഷ്ണനെ കൂടെ കാണുക, കൃഷ്ണന് വേണ്ടി ചെയ്യാവുന്നതൊക്കെ ചെയ്യുക, അദ്ദേഹത്തെ തൃപ്തിപ്പെടുത്തുക. തടസ്സങ്ങളെല്ലാം തന്നെ മാറുന്നതാണ്.